കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ടെക്നോളജി ലോകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കുകൾ ഇതൊക്കെയായിരിക്കും. ആദ്യം ChatGPT, പിന്നെ ജെമിനായി, ക്ലോഡ്, കോപ്പൈലറ്റ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് കോൺവെർസേഷൻ മാറിയിട്ടുണ്ട്. ഇപ്പോൾ എവിടെ നോക്കിയാലും ഒരേ ടേംസ് മാത്രമാണ്: AI ഏജൻറ്റ്സ്, ഏജന്റിക് AI, ഡിജിറ്റൽ എംപ്ലോയീസ്. അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ: എന്തുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ടെക്നോളജിക്കൽ കമ്പനീസ് പെട്ടെന്ന് AI ഏജൻസിനെ കുറിച്ചിട്ട് സംസാരിക്കാൻ തുടങ്ങിയത്? കാരണം AIയുടെ റോള് മാറാൻ തുടങ്ങുകയാണ്. ഇതുവരെ AIയുടെ ജോലി ആൻസർ ജനറേറ്റ് ചെയ്യുക എന്നതായിരുന്നു. നിങ്ങൾ ചോദിക്കും, AI അതിന് മറുപടി പറയും. നിങ്ങളൊരു ടാസ്ക് കൊടുക്കും, AI നിങ്ങളെ സഹായിക്കും. ബട്ട് വാട്ട് ഇഫ് AI ക്യാൻ ആക്ച്വലി ഡു ദ ടാസ്ക്? വാട്ട് ഇഫ് ഇറ്റ് ക്യാൻ സെർച്ച്, കമ്പയർ, അനലൈസ് ആൻഡ് ടേക്ക് ആക്ഷൻ ഓൺ ഇറ്റ്സ് ഓൺ? ദാറ്റ്സ് ദ ഐഡിയ ബിഹൈൻഡ് AI ഏജൻറ്റ്സ്. പക്ഷേ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. ഇൻ്റർനെറ്റിൽ AI ഏജൻസിനെ കുറിച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻ പലപ്പോഴും വളരെ ടെക്നിക്കൽ അല്ലെങ്കിൽ വളരെ വേഗമായിരിക്കും. വീഡിയോ തീരുമ്പോഴത്തേക്കും AI ഏജൻസി എന്താണെന്നുള്ള യഥാർത്ഥ ഒരു ഐഡിയ ക്ലിയർ ആയിട്ടുണ്ടാവില്ല. പക്ഷേ AI ഏജൻസി മനസ്സിലാക്കാൻ ഡസൻസ് ഓഫ് ഡെഫിനിഷൻ്റെ ആവശ്യമില്ല. ഒരൊറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി: എങ്ങനെ ChatGPT പോലുള്ള AI സിസ്റ്റത്തിൽ നിന്ന് AI ഏജൻസിലോട്ട് ടെക്നോളജി എവോൾവ് ചെയ്തു എന്നത്. കാരണം ആ ജേണി മനസ്സിലാക്കിയാൽ AI ഏജൻസ് എന്താണ്, ഏജന്റിക് AI എന്താണ്, വർക്ക് ഫ്ലോ എന്താണ് എന്നതൊന്നും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ടി വരില്ല. എല്ലാം നാച്ചുറലായിട്ട് കണക്റ്റ് ആവും. കാരണം അത് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ AI ഏജൻസ്, ഏജന്റിക് AI, വർക്ക് ഫ്ലോ എന്നിങ്ങനെ കേൾക്കുന്ന എല്ലാ ബസ് വേർഡ്സും സഡൻലി ഇറ്റ് മേക്ക് സെൻസ്. പാർട്ട് 1: ChatGPT യഥാർത്ഥത്തിൽ എന്താണ്? AI ഏജൻസ് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല സ്റ്റാർട്ടിംഗ് പോയിന്റ് ChatGPT ആണ്. കാരണം ഇന്ന് AI ഏജൻസ് എന്ന് വിളിക്കുന്ന സിസ്റ്റത്തിൻ്റെ ഫൗണ്ടേഷൻ നമ്മൾ കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ChatGPT പോലുള്ള AI ടൂൾസാണ്. ChatGPT, ജെമിനായി, ക്ലോഡ് പോലുള്ള ടൂൾസ് പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തോന്നും. നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, AI ഒരു ആൻസർ തരുന്നു. നിങ്ങളൊരു ഇമെയിൽ എഴുതാൻ പറയുന്നു, AI ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കി നിങ്ങൾക്ക് തരുന്നു. നിങ്ങളൊരു ടോപ്പിക് കൊടുക്കുന്നു, AI ഐഡിയാസ് സജസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഈ സിമ്പിൾ ലുക്കിംഗ് ഇൻട്രാക്ഷൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ലാർജ് ലാംഗ്വേജ് മോഡൽ അഥവാ LLM ആണ്. LLM എന്ന ടേം ടെക്നിക്കലായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം, പക്ഷേ അതിൻ്റെ കോർ ഐഡിയ വളരെ സിമ്പിളാണ്. ഒരു ലാർജ് ലാംഗ്വേജ് മോഡൽ എന്നത് വലിയ എമൗണ്ട് ഓഫ് ഡാറ്റയിൽ നിന്ന് ട്രെയിൻ ചെയ്യുന്ന ഒരു പ്രഡിക്ഷൻ സിസ്റ്റമാണ്. ബുക്സ്, ആർട്ടിക്കിൾ, വെബ്സൈറ്റ്, കോൺവെർസേഷൻ, കോഡ്, എസ്സേസ്, എക്സ്പ്ലനേഷൻ എന്നിങ്ങനെ കോടിക്കണക്കിന് ടെക്സ്റ്റ് പാറ്റേൺ പഠിച്ച ശേഷം സെൻറ്റൻസിന് അടുത്തതായിട്ട് വരാൻ സാധ്യതയുള്ള വേർഡ് അല്ലെങ്കിൽ ഫ്രേസ് പ്രഡിക്റ്റ് ചെയ്യുകയാണ് ഇതിൻ്റെ അടിസ്ഥാന വർക്കിംഗ് സ്റ്റൈൽ. ഉദാഹരണത്തിന്, നിങ്ങൾ ക്യാപിറ്റൽ ഓഫ് ഫ്രാൻസ് എന്ന് എഴുതിയാൽ മോഡൽ അടുത്ത വേർഡായിട്ട് പാരീസ് പ്രഡിക്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതൊരു ചെറിയൊരു എക്സാമ്പിൾ മാത്രമാണ്. റിയൽ വേൾഡിൽ മോഡൽ ചെയ്യുന്നത് ഇതേ പ്രഡിക്ഷൻ പ്രോസസ്സ് തന്നെയാണ്, പക്ഷേ വളരെ വലിയ സ്കെയിലും വളരെ കോംപ്ലക്സ് കോൺടെക്സ്റ്റിലുമാണെന്ന് മാത്രം. അതുകൊണ്ടാണ് ChatGPT ഒരു നോർമൽ ഓട്ടോ കംപ്ലീറ്റ് പോലെ നമുക്ക് തോന്നാതെ ഒരു ഇൻ്റലിജൻറ്റ് അസിസ്റ്റൻറ്റിനെ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളൊരു പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്താൽ അത് കോണ്ടെക്സ്റ്റ് പിടിക്കും. നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് ആൻസർ സ്ട്രക്ചർ ചെയ്ത് തരുന്നു. ഈ എബിലിറ്റി കാണുമ്പോൾ നാച്ചുറലി നമുക്ക് തോന്നും AI മനുഷ്യനെ പോലെ ചിന്തിക്കുന്നതെന്ന്. പക്ഷേ ടെക്നിക്കലി പറഞ്ഞാൽ ChatGPT ഹ്യൂമൻ മൈൻഡ് പോലെ ചിന്തിക്കുന്നില്ല. അത് പാറ്റേൺസ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കോണ്ടെക്സ്റ്റ് നോക്കി അടുത്തതായി ഏറ്റവും യൂസ്ഫുൾ ആയ റെസ്പോൺസ് ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് ഇന്നത്തെ ചാറ്റ് ബോട്ട്സിൻ്റെ പവർ. പക്ഷേ ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ഉണ്ട്. കഴിഞ്ഞ 2 വർഷത്തിനിടെ AI സിസ്റ്റം വളരെ എവോൾവ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ChatGPT, ജെമിനായി, ക്ലോഡ് പോലുള്ള സിസ്റ്റത്തിന് വെബ് സെർച്ച് ചെയ്യാനും ഡോക്യുമെന്റ് അനലൈസ് ചെയ്യാനും ടൂൾസ് കണക്ട് ചെയ്യാനും റിയൽ വേൾഡ് ഇൻഫോർമേഷൻ ആക്സസ് ചെയ്യാനും പറ്റും. ഇൻഫാക്ട് മോഡേൺ AI is already capable of doing much more than most people realize. പക്ഷേ ഇവിടെ ഒരു സട്ടിൽ ഡിഫറൻസ് ഉണ്ട്. AIക്ക് ടൂൾസ് ആക്സസ് ചെയ്യാൻ കഴിയുന്നതും AI സ്വയം ഗോൾ പെർസ്യൂ ചെയ്യുന്നതും ഒരേ കാര്യമല്ല, രണ്ടും ഡിഫറൻ്റ് ആണ്. ഉദാഹരണത്തിന്, നിങ്ങൾ ChatGPTയോട് പറയാണ് കേരളത്തിൽ നിന്ന് യൂറോപ്പിലോട്ട് പോകാനും ബഡ്ജറ്റ് ആയിട്ടുള്ള ഫ്രണ്ട്ലി ട്രിപ്പ് പ്ലാൻ ചെയ്യാം. അപ്പോൾ AI ഫ്ലൈറ്റ് ഓപ്ഷൻസ് കമ്പയർ ചെയ്യും, ഹോട്ടൽസ് സെർച്ച് ചെയ്യും, വെതർ ചെക്ക് ചെയ്യും, ഐറ്റിനറി സജസ്റ്റ് ചെയ്യും. ഇതെല്ലാം ഇംപ്രസീവ് ആണ്. പക്ഷേ ഈ പ്രോസസ്സിലെ ഗോൾ ഡിഫൈൻ ചെയ്തത് ആരാണ്? നിങ്ങൾ. ടാസ്ക് ചെയ്തത് ആരാണ്? അതും നിങ്ങൾ. AIയോട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞത് ആരാണ്? അതും വീണ്ടും നിങ്ങളാണ്. അതായത് AI പവർഫുൾ ആണ്, പക്ഷേ ഇൻട്രാക്ഷൻ എപ്പോഴും ഹ്യൂമൻ ഡ്രിവൺ ആയിരിക്കും. നിങ്ങൾ ഡയറക്ഷൻ കൊടുക്കുന്നു, AI അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. ആൻഡ് ദാറ്റ്സ് ഡിസ്റ്റിങ്ഷൻ ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ ഇറ്റ് സൗണ്ട്സ്. കാരണം AIയുടെ നെക്സ്റ്റ് എവല്യൂഷൻ കൂടുതൽ നോളേജ് ആഡ് ചെയ്യുക എന്നതല്ല, കൂടുതൽ ടൂൾസ് കണക്ട് ചെയ്യുക എന്നതുമല്ല. പകരം ഡിസിഷൻ മേക്കിംഗ് ഗ്രാജുവലി AIയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. അവിടെയാണ് നമ്മൾ ChatGPTയിൽ നിന്ന് AI വർക്ക് ഫ്ലോയിലോട്ട് പിന്നീട് AI ഏജൻസിലോട്ട് മൂവ് ചെയ്യുന്നത്. കാരണം AI ഏജൻസിൻ്റെ സ്റ്റോറി ടൂൾസിൽ നിന്നല്ല ആരംഭിക്കുന്നത്, ഡിസിഷൻ മേക്കിങ്ങിൽ നിന്നാണ്. ഇതുവരെ നമ്മൾ ChatGPT പോലുള്ള AI സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. ഇൻഫോർമേഷൻ അനലൈസ് ചെയ്യാനും കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും ഐഡിയാസ് ജനറേറ്റ് ചെയ്യാനും AIക്ക് കഴിയും. പക്ഷേ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഇപ്പോഴും ബാക്കിയുണ്ട്. ഇത്ര ക്യാപ്പബിൾ ആയിട്ടുള്ള AI ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇൻഡസ്ട്രി AI ഏജൻസിനെ ഇത്ര എക്സൈറ്റഡ് ആയിരിക്കുന്നത്? ആ ആൻസർ മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം AI വർക്ക് ഫ്ലോ എന്താണെന്ന് മനസ്സിലാക്കണം. സിമ്പിളായി പറഞ്ഞാൽ, ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി മുൻകൂട്ടി ഡിഫൈൻ ചെയ്ത് സ്റ്റെപ്പ് ഫോളോ ചെയ്യുന്ന സിസ്റ്റമാണ് വർക്ക് ഫ്ലോ. ഒരു സിമ്പിൾ എക്സാമ്പിൾ നമ്മൾ നോക്കാം. നിങ്ങൾ
കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരിലോട്ട് ഡ്രൈവ് ചെയ്യുകയാണെന്ന് കരുതുക. ഗൂഗിൾ മാപ്സ് റൂട്ട് കാണിച്ചു തരുന്നു. ഏത് റൂട്ട് എടുക്കണം, എവിടെ ടേൺ ചെയ്യണം, എത്ര ഡിസ്റ്റൻസ് പോകണം എന്നതെല്ലാം ഇതിനകം ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ആ റൂട്ട് ഫോളോ ചെയ്യുക എന്നത് മാത്രമാണ്. AI വർക്ക് ഫ്ലോയും ഇതേപോലെയാണ്. റൂട്ട് നേരത്തെ തന്നെ തയ്യാറാണ്, AI അതിനെ ഫോളോ ചെയ്യുന്നു, പക്ഷേ റൂട്ട് തീരുമാനിക്കുന്നില്ല. ഇവിടെയാണ് RAG എന്ന കോൺസെപ്റ്റ് വരുന്നത്, റിട്രീവൽ ഓഗ്മെന്റഡ് ജനറേഷൻ. പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ടെക്നിക്കലായിട്ട് തോന്നിയേക്കാം, പക്ഷേ ഐഡിയ വളരെ സിമ്പിളാണ്. നിങ്ങൾ ChatGPTയോട് ചോദിക്കുന്നത് എൻ്റെ കമ്പനിയുടെ ലീവ് പ്രകാരം എനിക്ക് എത്ര ലീവ് ബാക്കിയുണ്ട്. ChatGPTക്ക് സത്യത്തിൽ അതിൻ്റെ ഉത്തരം എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് ആദ്യം നിങ്ങളോട് കമ്പനിയുടെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാൻ പറയും. ആ ഡോക്യുമെന്റ്സിന് റെലവൻറ്റ് ഇൻഫോർമേഷൻ കണ്ടെത്തും. അതിനുശേഷമാണ് ആൻസർ ജനറേറ്റ് ചെയ്യുന്നത്. സെർച്ച് ഫസ്റ്റ് ആൻസർ ലേറ്റർ, ദാറ്റ് ഈസ് RAG. ഇതുകൊണ്ടാണ് മോഡേൺ AI ഇന്ന് കൂടുതൽ ആക്യുറേറ്റ് ആവുന്നത്. പക്ഷേ വർക്ക് ഫ്ലോ ആയാലും RAG ആയാലും കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത്. റൂട്ട് മുൻകൂട്ടി ഡിഫൈൻ ചെയ്തതാണ്, AI എക്സിക്യൂട്ട് ചെയ്യുന്നു, AI ഡിസൈഡ് ചെയ്യുന്നില്ല. ആൻഡ് ദാറ്റ്സ് വോ the things started getting changed. കാരണം AI ഇൻഡസ്ട്രി ഒരു സ്റ്റേജിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങി. വാട്ട് ഇഫ് വി ഓൺലി ഗിവ് ഇറ്റ് ദ ഡെസ്റ്റിനേഷൻ? ഉദാഹരണത്തിന് കേരളത്തിൽ നിന്ന് യൂറോപ്പിലോട്ട് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ് പ്ലാൻ ചെയ്യും. ഗോൾ മാത്രം കൊടുക്കുന്നു, എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. അവിടെ ഡിസിഷൻ ആരാണ് എടുക്കുന്നത്? അവിടെയാണ് നമ്മൾ വർക്ക് ഫ്ലോൻ്റെ ലോകത്ത് നിന്ന് പുറത്ത് കിടക്കാൻ പോകുന്നത്. ആൻഡ് ദാറ്റ് എക്സാക്ട്ലി വോ AI ഏജന്റ് എൻഡർ ദ സ്റ്റോറി. ഇതുവരെ നമ്മൾ ChatGPT പോലുള്ള AI ടൂൾസ് എങ്ങനെ പ്രവർത്തിക്കുന്നതെന്നും അതിനുശേഷം വന്ന AI വർക്ക് ഫ്ലോ എന്താണെന്നും നമ്മൾ നോക്കി. പക്ഷേ ഇപ്പോൾ ടെക്നോളജി ലോകത്ത് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ടേമായ AI ഏജന്റ് യഥാർത്ഥത്തിൽ എന്താണ്? സത്യത്തിൽ AI ഏജന്റ് എന്നത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ഇത് AIയുടെ ഒരു പുതിയ വേർഷൻ ഒന്നല്ല, പകരം AIയുടെ റോള് മാറുന്നതാണ്. ഇതുവരെ നമ്മൾ AIയോട് മെയിൻലി ക്വസ്റ്റ്യൻസ് ചോദിക്കുകയായിരുന്നു. നമ്മളൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും, ഒരു ഇമെയിൽ എഴുതി തരാൻ പറയും, ഒരു ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അപ്പോൾ AI അതിനുള്ള ആൻസർ അല്ലെങ്കിൽ കോണ്ടന്റ് ജനറേറ്റ് ചെയ്ത് നമുക്ക് തരും. അതായത് യു ആസ്ക് AI ആൻസേഴ്സ്. പക്ഷേ ഒരു സമയത്ത് ആളുകൾ മറ്റൊരു കാര്യം ആഗ്രഹിക്കാൻ തുടങ്ങി. ആൻസർ മാത്രം പോരാ, ജോലി കുറച്ച് ചെയ്തു തരണം. ഉദാഹരണത്തിന് നിങ്ങൾ കേരളത്തിലോട്ട് ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുകയാണെന്ന് കരുതുക. ChatGPTയോട് കേരളത്തിന്റെ കാണേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതൊരു ലിസ്റ്റ് തന്നെ തരും. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ വേണ്ടത് ഒരു സ്ഥലങ്ങളുടെ ലിസ്റ്റ് അല്ല, ഒരു നല്ല ട്രിപ്പ് പ്ലാൻ ആണ്. അവിടെയാണ് AI ഏജൻസി പിക്ചറിലോട്ട് വരുന്നത്. ഒരു AI ഏജന്റ് വെറും ഇൻഫോർമേഷൻ തരുന്നതിൽ നിൽക്കില്ല. നിങ്ങളുടെ ഗോൾ എന്താണെന്ന് മനസ്സിലായി അതിനായി ഒരു വലിയ ടാസ്ക് ഹാൻഡിൽ ചെയ്യാൻ അത് ശ്രമിക്കും. അത് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതായിരിക്കാം, ഹോട്ടൽസ് കമ്പയർ ചെയ്യുന്നതായിരിക്കാം, ബഡ്ജറ്റ്സ് മാനേജ് ചെയ്യുന്നതായിരിക്കാം, ഐറ്റിനറി ഉണ്ടാക്കുന്നതായിരിക്കാം. അതായത് ഫോക്കസ് ആൻസറിൽ നിന്ന് ടാസ്കിലോട്ട് മാറുന്നു. AI ഏജൻസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു ചാറ്റ് ബോട്ട് പോലെ മാത്രമല്ല പ്രവർത്തിക്കുക, പകരം അതൊരു അസിസ്റ്റൻസിനെ പോലെ പ്രവർത്തിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ഗോൾ പറയാം, അത് റിസൾട്ടിലേക്ക് എത്താൻ നിങ്ങളെ സഹായിക്കും. ഇതുവരെ AIയുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിലായിരുന്നു. പക്ഷേ AI ഏജന്റ് വന്നതോടെ ഇൻട്രാക്ഷൻ ഗോൾ റിസൾട്ട് എന്ന രീതിയിലോട്ട് മാറാൻ തുടങ്ങിയാണ്. ആൻഡ് ദാറ്റ്സ് എ മച്ച് ബിഗ്ഗർ ഷിഫ്റ്റ് ദാൻ മോസ്റ്റ് പീപ്പിൾ റിയലൈസ്. പക്ഷേ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരുന്നു, ഒരു AI ഏജന്റ് വലിയ ടാസ്ക് ഹാൻഡിൽ ചെയ്യാൻ എങ്ങനെ സാധിക്കും? എന്തുകൊണ്ടാണ് ചില AI സിസ്റ്റംസ് വെറും ആൻസർ മാത്രം നൽകുമ്പോൾ ചില സിസ്റ്റംസ് ജോലി പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നത്? അവിടെയാണ് ഏജന്റിക് AI എന്ന കോൺസെപ്റ്റ് പിക്ചറിലോട്ട് വരുന്നത്. സത്യത്തിൽ AI ഏജൻസിനെ പവർഫുൾ ആക്കുന്നത് എന്താണ്? അതാണ് നമുക്കിനി നോക്കാനുള്ളത്. പക്ഷേ അവിടെ പലരും കൺഫ്യൂസ് ആകുന്ന ഒരു ടേം ഉണ്ട്, ഏജന്റിക് AI. സത്യത്തിൽ AI ഏജന്റും ഏജന്റിക് AIയും ഒരേ കാര്യമാണ്. നിങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിലെ കിച്ചൺ ഇമാജിൻ ചെയ്യാം. ഒരു കസ്റ്റമർ ഓർഡർ കൊടുക്കുന്നു, ഒരു 10 മീൽസ് ആണെന്ന് നിങ്ങൾ കരുതുക. ആ കിച്ചണിൽ പല ആളുകളും ജോലി ചെയ്യുന്നുണ്ട്. ഒരാൾ വെജിറ്റബിൾ കട്ട് ചെയ്യുന്നു, മറ്റൊരാൾ കുക്കിംഗ് ചെയ്യുന്നു, മറ്റൊരാൾ പാക്കിങ് ചെയ്യുന്നു. ഓരോരുത്തരും ഓരോ ടാസ്ക് ആയിട്ടാണ് അവിടെ ചെയ്യുന്നത്. AI ലോകത്തെ ഇവരെ നമുക്ക് AI ഏജൻസ് ആയിട്ട് നമുക്ക് കരുതാം. പക്ഷേ ഇവിടെ ഒരു മെയിനായിട്ടുള്ള ഒരാളുണ്ടാവും, കിച്ചൺ മാനേജർ. ആരാണ് ആദ്യം ജോലി ചെയ്യേണ്ടത്? ആർക്ക് എന്ത് ജോലി കൊടുക്കണം? ഒരു പ്രശ്നം വന്നാൽ പ്ലാൻ എങ്ങനെ മാറ്റണം? ഓർഡർ സമയം പാലിച്ച് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം? ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതും ഒക്കെ മാനേജറാണ്. ആ പ്ലാനിങ്ങും ഡിസിഷൻ മേക്കിങ്ങും ആണ് ഏജന്റിക് AI. അതായത് AI ഏജൻസ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ടാസ്ക് ചെയ്യുന്ന സിസ്റ്റംസ്. ഏജന്റിക് AI എന്ന് പറഞ്ഞാൽ ആ ഏജൻസിനെ കോർഡിനേറ്റ് ചെയ്ത് ഗോൾ അച്ചീവ് ചെയ്യുന്ന ആ ഇൻ്റലിജൻസ്. ഒരു സെൻറ്റൻസിൽ പറഞ്ഞാൽ AI ഏജൻസ് ഡു ദ വർക്ക്, ഏജന്റിക് AI ഫിഗർ ഔട്ട് ദ വർക്ക്. അതുകൊണ്ടാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും ഫോക്കസ് ഏജൻസ് മാത്രമല്ല, അവയെ ഇൻ്റലിജൻ്റ്ലി കോർഡിനേറ്റ് ചെയ്യാൻ കഴിയുന്ന ഏജന്റിക് AIയിലും കൂടെയാണ്. AI ഏജന്റ് ഈസ് ദ എൻറ്റിറ്റി ദാറ്റ് പെർഫോം എ ടാസ്ക്. ഏജന്റിക് AI ദ എബിലിറ്റി ഓഫ് എ സിസ്റ്റം പ്ലാൻ, റീസൺ, ഡിസൈഡ്, കോർഡിനേറ്റ്, ആക്ഷൻ, ഫോർവേഡ് എ ഗോൾ. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടത് AI ഏജൻസ് എന്നത് എന്താണ്, AI വർക്ക് ഫ്ലോ എങ്ങനെ വ്യത്യസ്തമാണ്, ഏജന്റിക് AI എന്നത് യഥാർത്ഥത്തിൽ എന്താണ് എന്നുള്ളതൊക്കെയാണ്. ഒരു കാലത്ത് AIയോട് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. ഇന്ന് AIയിലോട്ട് ടാസ്ക് കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. നാളെ ഒരു പക്ഷേ ഗോൾ മാത്രം കൊടുത്താൽ മതിയാകുന്ന ഒരു ലോകത്തായിരിക്കും നമ്മൾ ജീവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് AI ഏജൻസ് എന്നത് മറ്റൊരു ടെക് ബസ്വേഡ് മാത്രമല്ല, AI എങ്ങനെ ഇവോൾവ് ചെയ്യുന്നത് എന്നതിൻ്റെ അടുത്തൊരു ചാപ്റ്ററാണ്. ആൻഡ് ദ ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഈസ് ദി ഷിഫ്റ്റ് ഈസ് ഓൾറെഡി ഹാപ്പനിങ് റൈറ്റ് നൗ. ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഐ വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വൺ.